പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയുമെന്ന് തമ്മിൽ പറയുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറിയയുടെ കൂടെ പോയ സഹോദരിമാർ ഒന്നിച്ച് പറയുന്നു, നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടിക്കളയുമെന്ന് ചോദിച്ചെടുത്ത് തന്നെ ദൈവം അവിടെ മറുപടിയുമായിട്ട് കടന്നു വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആർക്കുമില്ലാത്ത വലിയ ഭാരം, ഉരുട്ടി മാറ്റുവാൻ കഴിയാത്തതായ വേദന, പ്രശ്നം, പ്രതികൂലം, അതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ഭാരം, വേദന, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇറക്കി വയ്ക്കുവാനൊരു ചുമടുതാങ്ങിയായിട്ട് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഒന്ന് ഓർത്തോണം, നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതിയുണ്ട്. ലോക വൈദ്യൻ നിന്നെ ഉപേക്ഷിക്കട്ടെ, ഡോക്ടർ നിന്നെ ഉപേക്ഷിക്കട്ടെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചോട്ടെ, സ്വന്തക്കാർ നിന്നെ ഉപേക്ഷിക്കരുത്, ബന്ധുക്കാർ നിന്നെ ഉപേക്ഷിക്കട്ടെ, ഭാര്യ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കട്ടെ, എങ്കിലും മറിയ കടന്നുപോയി ചോദിച്ച്, അതേപോലെ മറിയ പോയി ചോദിക്കാനിടയായി, റിബലകടകൾ പ്രൗഢലാതി എനിക്ക് വേണ്ടി രാത്രി വെളുപ്പാങ്കാലത്ത് ആര് കല്ലുരുട്ടി മാറ്റും? മറിയ അതിരാവിലെ ഓടിച്ചെന്ന് കല്ലറയ്ക്കൽ കടന്നു എന്നിട്ട് കർത്താവിനെ ഒന്ന് ആരാധിപ്പാൻ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വിലയേറിയ പാദപ്പെടുത്തൽ നിന്ന് വീഴുവാൻ സുഗന്ധദ്രവ്യ തൈലവുമായിട്ടാണ് മറിയ കടന്നു പോയത്. സന്തൽ പ്രൗഢലാതി റീമനകടകലാതി. അവൾ റോമൻ ഗവൺമെൻറ്റിനെ പേടിച്ചില്ല, ഒരു വ്യക്തിയെയും പേടിച്ചില്ല, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയെ പേടിച്ചില്ല, പിശാചിനെ പേടിച്ചില്ല, സമൂഹത്തെ പേടിച്ചില്ല, യഹൂദന്മാരെ പേടിച്ചില്ല, ആ ഗവൺമെൻറ്റിൻ്റെ ഒരിടപാടും പേടിക്കാതെ അവൾ ഓടിപ്പോയി കർത്താവിൻ്റെ ശരീരത്തെ ഒന്ന് ഇടമനകടകലാതി കാണുവാനും സുഗന്ധദ്രവ്യം പൂശുവാനുമായിട്ട് അവൾ കടന്നുപോയി. ഇവൾക്ക് എന്തിനാണ് ജീർണിച്ച ശരീരം എന്ന് പറഞ്ഞാൽ അവൾക്കൊന്നേ അറിയത്തുള്ളൂ, അകപ്പേ ദൈവത്തിൻ്റെ സ്നേഹം, വലിയ സ്നേഹം അവൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും കല്ല് പോലുള്ള വിഷയമുണ്ടെങ്കിൽ, പ്രതികൂലമുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, കളയാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി ഇന്ന് കടന്നു പോകുന്ന കൂട്ടെ ദൈവജനമേ, അടമൻ കടകല, പ്രഭുളല, കടകല, സന്തൽ കടകല, ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയട്ടെ, ദൈവാത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ. ദൈവത്തിന് ചില പദ്ധതി നിന്നെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉള്ളതാണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ആ കല്ല് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ആ കല്ലിനെ ഉരുട്ടിക്കളയാൻ ശക്തനായ ഒരു ദൂതനെ ദൈവം ഇന്ന് രാത്രികാലം നിൻ്റെ സമീപം ഇറക്കിയിട്ടുണ്ട്. അടമന നിൻ്റെ ഭവനത്തിൽ, ജോലി സ്ഥലത്ത്, പ്രതികൂലമുള്ള സ്ഥലത്ത് ചുമക്കാൻ കഴിയാത്ത ഭാരത്തിൻ്റെ അടുത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടമനകടകലാതി ഒരു ദൂതനെ ഇറക്കി നിന്നെ വിടുവിക്കാൻ ശക്തനായ നിൻ്റെ അടുക്കൽ സമീപം ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ട്. അതിനായിട്ട് നിന്നെ സമർപ്പിക്കാൻ ദൈവാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്.